പ്രത്യേക ജാതിയിലോ മതത്തിലോ വിശ്വാസമില്ലാത്തവർ ആവശ്യപ്പെടുന്ന പക്ഷം നോ കാസ്റ്റ് നോ റിലീജിയൻ സർട്ടിഫിക്കറ്റ് നൽകാൻ തമിഴ്നാട് സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. റവന്യൂ അധികാരികൾക്ക് മുൻപാകെ ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നവർക്ക് ജാതിയില്ല മതമില്ല സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ പല തരത്തിലുള്ള അതിർവരമ്പുകൾ പ്രത്യക്ഷത്തിലും അല്ലാതെയും തുടരുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു വിധി ഒരർത്ഥത്തിൽ പ്രതീക്ഷാവഹമാണ്. രാജ്യത്ത് ആദ്യമായി നോ കാസ്റ്റ് നോ റിലീജിയൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തിയും ഒരു തമിഴ്നാട് സ്വദേശിയാണ്. പരിശോധിക്കാം കോടതിയുടെ വിധിക്ക് ആധാരമായതെന്ത്. 9 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ജാതിയില്ല മതമില്ല എന്ന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ സ്നേഹയെ അറിയാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. തിരുപ്പത്തൂർ ജില്ലക്കാരനായ എച്ച് സന്തോഷ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ MS രമേശ്, N സെന്തിൽകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. തന്റെ കുടുംബത്തിന് നോ കാസ്റ്റ് നോ റിലീജിയൻ സർട്ടിഫിക്കറ്റ് നൽകാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ ഹർജിയിലാണ് കോടതി ഉത്തരവ്. സന്തോഷിന്റെ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഇയാൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പരിഗണിക്കാതെയുള്ള ഉത്തരവാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരനായ സന്തോഷിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. 2 കുട്ടികളുടെ പിതാവാണ്. ജാതി മത മുക്തമായ സമൂഹത്തിൽ മക്കളെ വളർത്താനാണ് താൻ ആഗ്രഹിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് 1 മാസത്തിനകം ഹർജിക്കാരന് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് തിരുപ്പത്തൂർ ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി. ഇതേ ആവശ്യവുമായി എത്തുന്ന യോഗ്യരായ അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ റവന്യൂ അധികൃതർക്ക് അധികാരം നൽകി ഉത്തരവിടാൻ സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി ജാതിയും മതവും ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ആദ്യം സ്വന്തമാക്കിയത്. ഈ അടുത്താണത്. അതിനുവേണ്ടി വന്നത് 9 വർഷത്തെ പോരാട്ടമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് സ്നേഹ ആ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. തമിഴ്നാട് സ്വദേശി MA സ്നേഹ അഭിഭാഷകയാണ്. 2010-ലാണ് സ്നേഹ ഇതിനായുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. അന്ന് പക്ഷേ ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലെന്നായിരുന്നു കാരണമായി സ്നേഹയ്ക്ക് ലഭിച്ചത്. സ്നേഹയും കുടുംബവും ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നില്ല. സ്നേഹയുടെ ജനനം മുതൽ ഇതുവരെയുള്ള സർട്ടിഫിക്കറ്റുകളിൽ ജാതി മത കോളങ്ങളെല്ലാം നിൽ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹയ്ക്ക് ജാതിയും മതവും ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാതിയുടെയോ മതത്തിന്റെയോ ഒരു അടയാളങ്ങളുമില്ല എന്ന സർട്ടിഫിക്കറ്റ് സ്നേഹ സ്വന്തമാക്കി. സ്നേഹയെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഉലക നായകൻ കമൽഹാസൻ അടക്കം നിരവധി പേർ നോ കാസ്റ്റ് നോ റിലീജിയൻ എന്ന ഹാഷ്ടാഗോടെ സ്നേഹയ്ക്ക് പിന്തുണ അറിയിച്ച് അണിനിരന്നു. ഇന്ത്യയിൽ ആഴത്തിൽ വേരോടിയ സാമൂഹിക ശ്രേണീകരണമാണ് ജാതി വ്യവസ്ഥ. നിയമാനുസൃത ജാതി സർട്ടിഫിക്കറ്റുകളുടെ പരിമിത വ്യാഖ്യാനത്തിന് അപ്പുറമാണ് ആ യാഥാർത്ഥ്യം. ഗോവണികളും വാതിലുകളും ഇല്ലാത്ത ഒരു ബഹുനില കെട്ടിടം പോലെയാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ എന്ന് പറയാറുണ്ട്. എത്രയൊക്കെ പരിശ്രമിച്ചാലും മറ്റൊരു നിലയിലെത്താനോ പുറത്തു കടക്കാനോ ആകാത്ത വിധം അത് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് വ്യക്തിക്ക് സ്വന്തം ജാതിയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാനാകാത്ത നിലയുണ്ട് ഇവിടെ. അസമത്വം, വിവേചനം, തൊട്ടുകൂടായ്മ എന്നിങ്ങനെ പ്രത്യക്ഷത്തിലും സൈലന്റ് അഗ്രഷനായും പരോക്ഷമായും ജാതി നിലനിൽക്കുന്നു. ഒരു വിധം അല്ലെങ്കിൽ മറ്റൊരു വിധം അത് നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ വന്നു തൊടും. വ്യക്തിപരമായ തെരഞ്ഞെടുപ്പോ തീരുമാനമോ അല്ലത്, സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഒരാൾ സാമൂഹികമായി ഉയർന്നാലും ഉയർന്ന പദവിയിലോ സാമ്പത്തിക അവസ്ഥയിലോ എത്തിയാൽ പോലും ജാതിപരമായ വിവേചനത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം വ്യക്തിപരമായ ജാതി നിഷേധം അർത്ഥശൂന്യമാണ് എന്ന വാദഗതിയും പ്രബലമാണ്. ജാതി സെൻസസിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ആവശ്യത്തിന്റെ അടക്കം അടിപടവ് ഈ ചിന്തയിലൂന്നിയാണ്. സ്നേഹയുടെ കാര്യമെടുത്താൽ ഇന്നേ വരെ അവർ ജാതിയിന്മേലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ജാതിയുടെയും മതത്തിന്റെയും ഭാഗമായല്ല വളർന്നതും ജീവിച്ചതും. ഇതെല്ലാം രേഖകൾ പ്രകാരം വ്യക്തമാക്കിയതുകൊണ്ടും ഇനി മേലിൽ അത്തരം ആനുകൂല്യങ്ങൾ സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയതുകൊണ്ടുമാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുപോലൊരു രീതി പിന്തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന തരത്തിലുള്ള വാദങ്ങളും അതുകൊണ്ട് തന്നെ ഉയരുന്നുണ്ട്. ഇനി എങ്ങനെ ജാതിയില്ല മതമില്ല സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാമെന്ന് പരിശോധിക്കാം. ആദ്യത്തെ പടി ഡിക്ലറേഷൻ ആണ്. നിങ്ങൾ ഓരോ ജാതിയിലും മതത്തിലും പെട്ടവനല്ലെന്ന് വ്യക്തമാക്കുകയാണ് ആദ്യ പടി. രേഖാമൂലം സത്യവാങ്മൂലമായി ചെയ്യാവുന്നതാണ് ഇത്. ആപ്ലിക്കേഷൻ നൽകുകയാണ് അടുത്തത്. നിങ്ങളുടെ സ്വദേശത്തെ തഹസിൽദാർക്കോ സബ് കളക്ടർക്കോ അപേക്ഷ സമർപ്പിക്കും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയി സ്കൂൾ, കോളേജ് സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും നൽകണം. പിന്നീടുള്ളത് വേരിഫിക്കേഷൻ ആണ്. ജാതി അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങളോ സംവരണങ്ങളോ നേടിയിട്ടുണ്ടോ നിങ്ങൾ എന്ന് അന്വേഷിക്കും. നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾ ഒരു ജാതിയിലോ മതത്തിലോ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അതോറിറ്റി നിങ്ങൾക്ക് നൽകും. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.